പശ്ചിമേഷ്യയിലെ സംഘർഷഭരിതമായ സാഹചര്യത്തെ തുടർന്ന് രാജ്യത്ത് LPG വിതരണത്തിൽ നേരിടുന്ന തടസ്സങ്ങൾ മറികടക്കാൻ നിർണായക നീക്കവുമായി കേരള സർക്കാർ. സംസ്ഥാനത്തെ പാചകവാതക ലഭ്യത ഉറപ്പുവരുത്തുന്നതിനും വിതരണം കൃത്യമായി നിരീക്ഷിക്കുന്നതിനുമായി സിവിൽ സപ്ലൈസ് കമ്മീഷണറേറ്റിൽ പ്രത്യേക വാർ റൂം പ്രവർത്തനം ആരംഭിച്ചു. പശ്ചിമേഷ്യയിലെ ഈ സംഘർഷഭരിതമായ സാഹചര്യങ്ങളെ തുടർന്ന് രാജ്യത്ത് പാചകവാതക വിതരണത്തിൽ നേരിടുന്ന തടസ്സങ്ങൾ മറികടക്കുന്നതിനായി പുതിയ നീക്കവുമായി എത്തിയിരിക്കുകയാണ് കേരള സർക്കാർ. ഇപ്പോൾ സംസ്ഥാനത്തെ പാചകവാതക ലഭ്യത ഉറപ്പുവരുത്തുന്നതിനും അതേസമയം വിതരണം കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്നതിനുമായി സിവിൽ സപ്ലൈസ് കമ്മീഷണറേറ്റിൽ പ്രത്യേക വാർ റൂം പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഗാർഹിക വാണിജ്യ മേഖലകളിൽ LPG ചരക്കു നീക്കം തടസ്സപ്പെടാൻ സാധ്യതയുള്ളതിനാൽ മുൻകൂട്ടിയുള്ള സുരക്ഷാ നടപടികളുടെ ഭാഗമായാണ് ഈയൊരു നീക്കം. യുദ്ധ സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ LPG ഇറക്കുമതിയിലും വിതരണത്തിലുമൊക്കെ കേന്ദ്ര സർക്കാർ ചില നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമായതുകൊണ്ട് തന്നെ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറുകളുടെ വിതരണത്തിൽ ഇളവുകൾ നൽകണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി GR അനിൽ കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിക്ക് കത്തയച്ചിരുന്നു. ആശുപത്രികൾ, സ്കൂളുകൾ, അനാഥാലയങ്ങൾ, സുഭിക്ഷ ഹോട്ടലുകൾ തുടങ്ങിയ അത്യാവശ്യ മേഖലകൾക്ക് വിതരണത്തിൽ മുൻഗണന നൽകണമെന്നാണ് കേരളത്തിന്റെ പ്രധാന ആവശ്യം. പാചകവാതക ക്ഷാമം മുതലെടുത്ത് നടത്തുന്ന കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പും തടയാൻ കർശന പരിശോധനകൾക്ക് തന്നെ ഉത്തരവിട്ടിട്ടുണ്ട്. വാണിജ്യ സ്ഥാപനങ്ങളിൽ ആവശ്യത്തിലധികം സിലിണ്ടറുകൾ ശേഖരിച്ചു വെക്കാനും പാടില്ല. ഗാർഹിക സിലിണ്ടറുകളിൽ വാണിജ്യ ആവശ്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുന്നത് കണ്ടെത്തിയാൽ 1985 അവശ്യ സാധന നിയമപ്രകാരം കർശന നടപടി തന്നെ സ്വീകരിക്കും. ഇതിനോടകം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സപ്ലൈകോ ഉദ്യോഗസ്ഥർ പരിശോധനകളും ആരംഭിച്ചു കഴിഞ്ഞു. കോട്ടയം, തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിലാണ് അനധികൃതമായി സൂക്ഷിച്ച സിലിണ്ടറുകൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.